നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിലെ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഒരുക്കി മർച്ചന്റ് അസോസിയേഷൻ. സർക്കാരിന്റെ പുതിയ കെ-സ്മാർട്ട് സോഫ്റ്റ്വെയർ പ്രകാരം ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇതിന് വലിയ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് മർച്ചന്റ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങിയത്. ലൈസൻസ് പുതുക്കുന്നതിന് ഓൺലൈൻ സംവിധാനമൊരുക്കി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ. സംസ്ഥാന സർക്കാർ ഓൺലൈൻ വഴി ലൈസൻസ് പുതുക്കുന്നതിനുള്ള കെ-സ്മാർട്ട് സംവിധാനം ഒരുക്കിയതോടെയാണ് വ്യാപാരികൾ പ്രതിസന്ധിയിലായത്. ഒരേ സമയം നിരവധി അപേക്ഷകൾ സോഫ്റ്റ്വെയറിലെത്തുന്നതോടെ വലിയ പ്രശ്നമാണ് വ്യാപാരികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മർച്ചന്റ് അസോസിയേഷന്റെ ഓഫീസിൽ ലൈസൻസ് പുതുക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിലെ 2000-ഓളം വ്യാപാരികൾക്ക് വലിയ ആശ്വാസകരമായ പ്രവർത്തനമാണ് മർച്ചന്റ് അസോസിയേഷൻ നടത്തുന്നത്. കഴിഞ്ഞ വർഷം വരെ മുനിസിപ്പാലിറ്റിയുമായി നേരിട്ട് ലൈസൻസ് പുതുക്കുന്നതിനുള്ള സംവിധാനമാണ് ഉണ്ടായിരുന്നത്. എല്ലാ പേപ്പർ വർക്കുകളും ഓൺലൈൻ വഴിയാക്കുന്നതിന് മുന്നോടിയായാണ് കെ-സ്മാർട്ട് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളിലായാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ പറഞ്ഞു. മുനിസിപ്പാലിറ്റി കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ലൈസൻസിന് ആവശ്യമായ ഹരിതകർമ്മ സേനയുടെ സർട്ടിഫിക്കറ്റ് അടക്കം എല്ലാ ഭക്ഷ്യസുരക്ഷയുടെ ഹെൽത്ത് കാർഡ് അടക്കം നമ്മളിവിടെ മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ വ്യാപാരികളുടെ എളുപ്പത്തിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു. ഇന്ന് കേരള സർക്കാരിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ കെ-സ്മാർട്ട് സംവിധാനത്തിലൂടെ ലൈസൻസ് എടുക്കുവാൻ മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് സോഫ്റ്റ്വെയറിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മൂവാറ്റുപുഴയിൽ വരുന്ന 2000-ഓളം വരുന്ന വ്യാപാരികൾക്ക് അക്ഷയ സെൻ്ററുകളിൽ ക്യൂ നിൽക്കാണ്ട് എളുപ്പത്തിൽ ലൈസൻസ് എടുക്കാനുള്ള സംവിധാനമാണ് ഇന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴയിലെ മുഴുവൻ വ്യാപാരികൾക്കും ഇവിടെ വന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളുടെ അടക്കം സഹകരണത്തോടെ ലാപ്ടോപ്പും സംവിധാനങ്ങളിലൂടെ കെ-സ്മാർട്ടിലൂടെ ലൈസൻസ് ഇന്ന് എടുത്തു കൊടുക്കുന്ന സംവിധാനം ഇന്നും നാളെയും മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുള്ള ടീമും തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം കെ-സ്മാർട്ട് സംവിധാനം അവതരിപ്പിച്ച സമയം അനുയോജ്യമല്ലെന്നും ഫെബ്രുവരി മാസാവസാനത്തോടെ എല്ലാവരും ലൈസൻസ് പുതുക്കേണ്ട സമയമായതിനാൽ ഒരേ സമയം 100 കണക്കിന് അപേക്ഷകളാണ് എത്തുന്നത്. പുതിയൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്ത സമയം വ്യാപാര മേഖലയിൽ ചെറുകിട വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സോഫ്റ്റ്വെയറിലെ അപാകതകൾ പരിഹരിക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. നിലവിൽ ഫെബ്രുവരി 22 എടുക്കേണ്ട ലൈസൻസിൻ്റെ കാലാവധി മാർച്ച് 31 ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്ന മുറയ്ക്ക് ഒരു ദിവസം ഒരു കമ്പ്യൂട്ടറിൽ 10-15 ആളുകളുടെ ചെയ്യാനാണ് അനുവാദമുള്ളൂ. ആ 10 പേരുടെ ചെയ്യുമ്പോൾ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ അത് അപ്രൂവ് ചെയ്ത് പേയ്മെൻറ്റിലോട്ട് പോയാലാണ് സർട്ടിഫിക്കറ്റ് ആവുകയുള്ളൂ. അപ്പോൾ കെ-സ്മാർട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ സോഫ്റ്റ്വെയറിൽ കുറച്ച് പരിമിതികളുണ്ട്. അപ്രൂവ് ചെയ്ത് ക്യാഷ് അടയ്ക്കാനുള്ള സംവിധാനത്തിന് ചില ഡിലേ വരുന്നത് കൊണ്ട് കുറച്ച് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ലൈസൻസ് എടുക്കേണ്ട സമയത്ത് കെ-സ്മാർട്ട് സോഫ്റ്റ്വെയർ വന്നതുകൊണ്ട് വ്യാപാരികൾക്ക് നിലവിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. മുനിസിപ്പൽ ജീവനക്കാർ പൊതുജനങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ലൈസൻസിനുള്ള അനുമതി നൽകുക. അതിനാൽ തന്നെ മറ്റേതെങ്കിലും സമയമായിരുന്നു കെ-സ്മാർട്ട് സംവിധാനത്തിന് ഒരുക്കേണ്ടിയിരുന്നതെന്ന ആവശ്യവും മർച്ചന്റ് അസോസിയേഷൻ ഉന്നയിക്കുന്നുണ്ട്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.